നമസ്കാരം. മാപ്രകൾക്ക് നേരെ ഒരു ഒന്നൊന്നര ഉള്ളി ഭീഷണി എത്തിയിട്ടുണ്ട്. കേട്ടിരുന്നോ? മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കെ സുരേന്ദ്രൻ. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വാർത്ത നൽകിയവരെ കൈകാര്യം ചെയ്യും. BJPയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരുത്തനെയും വെറുതെ വിടില്ല. ഏത് കൊമ്പത്തിരിക്കുന്നയാളാണെങ്കിലും കൈകാര്യം ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ല, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കേട്ടോ? ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തവന്മാരെ ഉണ്ടല്ലോ, അവന്മാരെ അത്യാവശ്യം ഒരു വലിയ സൈസുള്ള ഒരു സവാള ഉള്ളി ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് സവാരി ഗിരിഗിരി എന്നുള്ള രീതിയിൽ ഇതിനെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഒരു ചീനിച്ചട്ടി ഇങ്ങോട്ട് എടുക്കും. ആ ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകു ഇട്ട് ആ ഉള്ളി അതിലോട്ട് പറക്കിയിട്ട് അങ്ങോട്ട് ഈ മഞ്ഞ കളറാകുന്നവരെ ഞാൻ ഇങ്ങനെ ഇട്ട് വഴട്ടിയതിന് ശേഷം ഇതിൽ ശകലം ഉപ്പും ഇട്ട് കുറച്ച് മസാല അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ചപ്പാത്തി എടുത്ത് ഇങ്ങനെ ഉണ്ടല്ലോ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ച് നിന്നെയൊക്കെ തിന്നും. ഇതാണിപ്പോ ഭീഷണി. ഈ രീതിയിലായിരിക്കും ഇനി നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാലം നിന്നെയൊക്കെ ഞങ്ങൾ തീറ്റിപ്പോറ്റി. അപ്പോ തീറ്റിപ്പോറ്റി ഞങ്ങളത് വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ട് ഇപ്പൊ വാർത്ത ഒന്നും ഇല്ലാതായപ്പോ ഞങ്ങൾക്കിട്ട് താങ്ങിത്തരണം അല്ലേ? ഇതാണ് ഉള്ളിയുടെ പ്രശ്നം. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തോറ്റ് ഊപ്പാട് വന്നിരിക്കുന്ന ഉള്ളീശന്റെ പാർട്ടിയെയും ഉള്ളീശന്റെ സ്ഥാനമാനത്തെയും തെറിപ്പിക്കാൻ വേണ്ടി മറ്റോന്മാര് പൈസ കൊടുത്തു. ആര്? ഇതിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവന്മാർ എന്നെ പുകച്ച് പുറത്തു ചാടിക്കാൻ ശ്രമിക്കുന്നതിന്, നീയൊക്കെ തീയിട്ട് കൊടുക്കുന്നതിന് നിന്നെയൊക്കെ ഒരുത്തനെയും ഞാൻ വച്ചക്കില്ലടാ എന്നുള്ള ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ മാപ്രകൾക്ക് പൊള്ളത്തില്ല. പൊള്ളാത്ത കാര്യം എന്താണ്? അവർക്ക് നമ്മുടെ നാട്ടിലെ പിണറായി വിജയൻ ഒന്ന് കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അയ്യോ, അന്നത്തെ ദിവസം മുഴുവൻ വേറെന്തെങ്കിലും വേണോ? ഇന്നിപ്പോ നോക്കി എവിടെയെങ്കിലും ചർച്ചയുണ്ടോ എന്ന്. അതുണ്ടായ സന്ദർഭത്തിൽ തന്നെ മാതൃഭൂമിയിലെ ഒരു ചർച്ച കാണാനിടയായി. അതിൽ തന്നെ റിപ്പോർട്ട് പറയുന്ന വാചകം കേട്ടിട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ. കാര്യം സ്വന്തം വർഗത്തിൽപ്പെട്ടവർക്ക് നേരെ ഭീഷണി ഉണ്ടാക്കിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാതൃഭൂമി മാപ്രയുടെ വാചകം കേട്ടിട്ട് എന്ത് പറയാനെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. മാധ്യമങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അതല്ല ഇനി ശിവരാജനെ ഉദ്ദേശിച്ചാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അല്ല, മാധ്യമപ്രവർത്തകരെ ഒരുത്തരെയും വെറുതെ വിടില്ല, ഒരു മാധ്യമപ്രവർത്തകരെയും വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എടുത്ത പണി എന്താണ് അവിടെ ശിവരാജൻ പറഞ്ഞതും പ്രമീള പറഞ്ഞതും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. തീർച്ചയായും പ്രശാന്ത്, കൃത്യമായിട്ടൊരു ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാതെ പോകാം. അല്ലാതെ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ രീതിയിലുള്ള പ്രതികരണങ്ങളല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതീഷ്, ഈ നെറിയേട് കാണിച്ച മാധ്യമപ്രവർത്തകർക്ക് ആശങ്കപ്പെട്ടാൽ മതി. അതായത് നമ്മൾ വസ്തുതാപരം മാത്രമേ വാർത്ത കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല, പാലക്കാട് നഗരസഭ അധ്യക്ഷ പറഞ്ഞ കാര്യങ്ങൾ വാർത്തയാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ വാർത്തകൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ നെറികേട് കാണിച്ചവർ ആശങ്കപ്പെട്ടാൽ മതി. കേരളത്തിലെ മാപ്രകളുടെ ഒരു യോജിപ്പ് നോക്കണേ. കിട്ടുന്നവന് കിട്ടട്ടെ, അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് നിന്ന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒത്തൊരുമ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഇടതുപക്ഷക്കാരനാകണം. അല്ലെങ്കിൽ ഇവർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കില്ല. ആരോടാണോ പറഞ്ഞത് അല്ലെങ്കിൽ ആർക്കാണോ കിട്ടുന്നത് അവരെ ഉള്ളി വഴറ്റും പോലെ വഴറ്റിക്കോട്ടെ എന്നുള്ള മനോഭാവക്കാർ. എന്തായാലും ഈ സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളിയുടെ ഒരു അവസ്ഥയാണ് ആലോചിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന് ഈ ഗതി വരരുതേ എന്നുള്ളതാണ്. ഇന്നലകളിൽ ഇവർക്ക് തന്നെ കോഴിക്കാലും കുപ്പിയോ അടുത്തിരുന്ന് വിളമ്പിക്കൊടുത്ത് ഊട്ടിക്കൊണ്ട് നടന്നവർക്ക് അത് വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്ക് 8ന്റെ പണി തന്നോ? കാര്യം ഇന്നത്തെ ദിവസത്തെ വാർത്താ കച്ചവടം, ആ കച്ചവടവുമായി ബന്ധപ്പെട്ട് അവർക്ക് അന്നത്തെ ദിവസം ഈ BJPക്കകത്തുള്ള തന്നെ മറ്റൊരു വിഭാഗം ഉണ്ടല്ലോ, ഏത് സവർണ വിഭാഗക്കാർ, അവർ പണം കൊടുത്തതിന് ശേഷം സുരേന്ദ്രനെതിരെ വാർത്ത ഇങ്ങനെ കത്തിക്കുകയാണ്. ഇവനൊക്കെ ആരാണ് നമ്മളെ നയിക്കാൻ? അതുകൊണ്ട് ഇവനെതിരെ വാർത്ത വരണം. കാര്യം ഈ മാപ്രകൾക്കകത്തുള്ളവന്മാരെല്ലാം പൊതുവെ ഈ സവർണ പേരിനൊപ്പം വാലുള്ളവരാണല്ലോ കൂടുതൽ. അങ്ങനെ കൂടുതലുള്ള വിഭാഗക്കാരുടെ ഒരു ചായ്വ് എങ്ങോട്ടുണ്ട്? ആ സംഘപരിവാറിലെ സവർണ വിഭാഗക്കാരുണ്ട്.
ആ സവർണ വിഭാഗക്കാർക്ക് വേണ്ടി സുരേന്ദ്രനെ ഇട്ട് ഇങ്ങനെ വഴട്ടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സുരേന്ദ്രന് നിർവാഹം ഇല്ല. ഇങ്ങനെ പറയും. ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ മാപ്രകൾ എന്തായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയാം. എല്ലാവർക്കും ഐക്യം ഉണ്ടാവില്ല, ചിലർ പക്ഷം പിടിക്കും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ഉള്ളി വഴട്ടൽ ഉറപ്പായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മാപ്രകളുടെ സവാരി ഗിരിഗിരി നാട്ടിൽ നടത്തുമെന്ന് സുരേന്ദ്രന്റെ ആ വാക്കുകളിൽ തെളിയുന്നുണ്ട്. ആരൊക്കെയാണ് ആ മസാല ഇട്ട് വഴട്ടി ചപ്പാത്തിയിലൂടെ ഉള്ളി പോകാൻ പോകുന്നു എന്ന കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി.